ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പവിത്രം എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദിനീനെ അമ്മ വിളിക്കുകയാണ്. അമ്മ ഈ കാര്യം പറയാനായിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും മോളെ, ഞാൻ അവിടെ വന്ന് പറയുന്നതല്ലേ മര്യാദ. അമ്മ ഞാൻ പറഞ്ഞില്ലേ, അമ്മ വയ്യാതിരിക്കല്ലേ, അതുകൊണ്ട് ഈ കാര്യം പറയാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ ഒന്ന് ഫോൺ വിളിച്ച് ഇവിടുത്തെ അമ്മയോട് പറഞ്ഞാൽ മതി. പിന്നെയാണെങ്കിൽ അച്ഛനോട് പറയണം, ഇവിടുത്തെ അച്ഛനൊന്ന് വിളിച്ച് പറയാൻ. മോളെ അത്ര മതിയോ? അത് മതി അമ്മേ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. അമ്മയായിരുന്നു വിളിച്ചത് വിനായകേട്ടാ, അതെനിക്ക് മനസ്സിലായി. എന്നിട്ട് അവർ ഹാളിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെയാണെങ്കിൽ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, തൊട്ടപ്പുറത്ത് ശ്രീജേടത്തിയും ഉണ്ടാവും. ഈ സമയം കയറി ചെന്നിട്ട് പറയാണ്, അതെ എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ വിളിക്കുന്നു? അതെ, എനിക്കിവിടെ വേറെ അമ്മയൊന്നും ഇല്ലല്ലോ. എന്താ മോളെ, എന്താ വിശേഷം? അതെ, അച്ഛനെ വിളിക്കുന്നും പറഞ്ഞിട്ടുണ്ട്. മോളെ എന്താ വിശേഷം? അതെ, ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിലുണ്ടല്ലോ കളറെഴുത്തും പാട്ടുമാണ്. ഈ തവണ എൻ്റെ വീട്ടുകാരും അമ്മാവനുമാണ് അത് നടത്തുന്നത്. അപ്പോൾ ആ പരിപാടിക്ക് നമ്മളെ ക്ഷണിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അമ്പലത്തിലെ കാര്യമല്ലേ, നല്ലൊരു പരിപാടി തന്നെയല്ലേ, അതെന്തായാലും നന്നായി, നമുക്കും പോവാമെന്ന് സുധാകരൻ മാഷ് പറഞ്ഞ ആ ഒരു സമയം യൂസ് ചെയ്തുകൊണ്ട് വിനായകൻ ഇങ്ങനെ കുത്തിക്കൊണ്ട് പറയാണ്. അവരിങ്ങനെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാറും അതുപോലെ അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ ക്ഷണിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. സുധാകരൻ മാഷിന് വിനായകൻ എന്താണ് പറഞ്ഞത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ സ്പോട്ടിൽ തന്നെ സുധാകരൻ മാഷ് അതിനുള്ള ഉത്തരം കൊടുക്കുകയാണ്. അതെ, ഈ വീട്ടിൽ എന്ത് പരിപാടി മുന്നിൽ നിന്ന് നടത്തിയിട്ടുണ്ടെങ്കിലും, ഞാൻ മനസ്സറിഞ്ഞിട്ട് നടത്തിയിട്ടുണ്ടെങ്കിലും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നന്ദിനിൻ്റെയും ശ്രീജൻ്റെയും വീട്ടുകാരൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. നന്ദിനിയുടെയും ശ്രീജയുടെയും വീട്ടുകാർ ഇങ്ങോട്ട് ചെയ്ത മര്യാദകൾക്ക് അതേപോലെ തന്നെ തിരിച്ചും ഞാൻ നൽകിയിട്ടുണ്ട്. ഈ സമയമാണ് നമ്മുടെ വിശ്വം ചിരിച്ചുകൊണ്ട് കയ്യിലൊരു പാക്കറ്റ് ലഡുവൊക്കെ ആയിട്ട് അങ്ങോട്ട് കടന്നു വരുന്നത്. ഇത് കണ്ട് നമ്മുടെ നന്ദിനി ഇങ്ങനെ മൈൻഡ് വോയിസായി പറയുന്നുണ്ട്, അല്ല വിശ്വേട്ടൻ ഇന്ന് ജോലി നേരത്തെ വന്നതിൻ്റെ സന്തോഷം കാണിക്കാനാണോ ഈ ലഡുവൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? അമ്മ ചോദിക്കാണ്, അല്ല മോനെ, എന്താ നിനക്ക് സാലറി കിട്ടിയോ? അല്ല അമ്മേ, അതിനുണ്ടല്ലോ, വിശ്വേട്ടൻ ആഴ്ച ജോലിക്കൊന്നല്ലല്ലോ പോകുന്നത്, സാലറിക്കല്ലേ പോകുന്നത്. വിശ്വേട്ടൻ പോകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേക്ക് ഏതെങ്കിലും കമ്പനി സാലറി കൊടുക്കും അമ്മേ? അയ്യോ നന്ദിനി, ഞാനത് ആലോചിച്ചിട്ടില്ല. അമ്മേ ദാ അച്ഛാ, ഈ ലഡു എടുത്തേ. അച്ഛനിങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ ചെറിയൊരു പീസ് എടുത്ത്, ഇത് മതി. അമ്മയും ശ്രീജയും നന്ദിനിയൊക്കെ ലഡു എടുക്കുകയാണ്. നമ്മുടെ വിനായകനാണെങ്കിൽ 2 ലഡു എടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ വിക്രം അവിടേക്ക് വരുന്നത്. വിക്രത്തിന് കൊടുക്കുമ്പോൾ, എന്താ വിഷയട്ടാ, എന്താ വിശേഷിച്ചിട്ട്? നീ ആദ്യം ലഡു എടുക്ക്, കാര്യമൊക്കെ ഞാൻ പറയാം. അതെ, ഇന്ന് എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടി. ഇൻസെൻറ്റീവ് കിട്ടാനോ? നീ ഒരാഴ്ച അല്ലേ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുള്ളൂ? അതെ അച്ഛാ, ഞാനും ആദ്യം അത്ഭുതപ്പെട്ടു പോയി, ഒരാഴ്ച കൊണ്ടൊക്കെ ഇൻസെൻറ്റീവ് കിട്ടുമെന്ന്. എന്തായാലും എൻ്റെ വിനായകേട്ടൻ കണ്ടുപിടിച്ച് കൊടുത്ത ജോലിയല്ലേ, അതെന്തായാലും മോശമായി പോയില്ലല്ലോ. എൻ്റെ നന്ദിനി, എപ്പോഴും നീ അതിങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മേ, അവൾ അത് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. എന്തായാലും ഞാൻ കണ്ടുപിടിച്ച് കൊടുത്ത ജോലി തന്നെയല്ലേ, അതൊരു സത്യമല്ലേ. വിനായകേട്ട, ആ കാര്യത്തിൽ എനിക്ക് വിനായകേട്ടനോട് നന്ദിയുണ്ട്. എന്തായാലും നല്ലൊരു ജോലി തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നു. അച്ഛൻ ഈ പൈസ പിടിക്ക്, എനിക്കൊന്നും വേണ്ട, നീ തന്നെ വെച്ചോ. നിനക്കെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും, എനിക്ക് ആവശ്യങ്ങളൊന്നും ഇല്ല അച്ഛാ. ഇനിയിപ്പം എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ അച്ഛനത്തിന് മുമ്പ് തന്ന പൈസ തന്നെ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ഇവിടെയും ആവശ്യങ്ങളൊക്കെ വരില്ലേ, വീട്ടു ചെലവിനൊക്കെ പൈസ വേണ്ടേ? അച്ഛനിത് വെച്ചോ അച്ഛാ, എനിക്കൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ അമ്മേൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്ക്. എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിന്മേൽ കളി കളിച്ചിട്ട് ഈ വീട് മുന്നോട്ട് കൊണ്ടുപോയത് നിൻ്റെ അമ്മ തന്നെ, അതുകൊണ്ട് അത് നിൻ്റെ അമ്മേൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്ക്. അമ്മ ഇത് പിടിക്ക് മോനെ. ഇത് നീ എൻ്റെ കയ്യിലേക്കല്ല തരേണ്ടത്, ശ്രീജേൻ്റെ കയ്യിലേക്കാണ്. ഇനി ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവളാണ്. അപ്പം നമ്മുടെ വിശ്വം അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട്, ശ്രീജ, ഇത് നീ പിടിക്കെന്ന് പറയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ നന്ദിനി പറയാണ്, അല്ലെങ്കിലും ഇപ്പം വിനായകേട്ടൻ എൻ്റെ കയ്യിൽ പൈസ കൊണ്ടു തരുന്നതിന് അമ്മയ്ക്ക് പ്രശ്നമുള്ളൂ. വിശ്വേട്ടൻ ശ്രീജേടത്തിയെ ഏൽപ്പിക്കുന്നതിനൊന്നും അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. എന്താ നന്ദിനി, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, കമല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ട്. നിൻ്റെ കയ്യിൽ വിനായകൻ പൈസ കൊണ്ടുതരുന്നത് ഒളിച്ചു പാത്തു വെക്കുക. ഇപ്പം വിശ്വം ശ്രീജയുടെ കയ്യിൽ കൊടുത്തത് ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ്. അങ്ങനെയൊന്നല്ലല്ലോ കൊടുത്തത്, അതുകൊണ്ട് തന്നെയാണ് കമല പറഞ്ഞിട്ടുള്ളത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദ അങ്ങോട്ട് കടന്നു വരുന്നതും. ആ സമയം തന്നെ വിനായകൻ പറയാണ്, അച്ഛന് 3 ആൺമക്കളുണ്ട്. ഇതുവരെ ഈ വീട്ടിലേക്ക് വീട്ടു ചെലവിന് തന്നിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. വീട്ടു ചെലവിന് തരുന്ന വകയിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിൽ എന്തെങ്കിലും ഏൽപ്പിക്കും. അത് ഞങ്ങളുടെ സമ്പാദ്യമാണ്.
സമ്പാദ്യം ഉണ്ടാക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വിനായക. ഇവനൊക്കെ ഈ വീടിന് കോട്ടല്ലാതെ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് വിക്രത്തിനെ നോക്കി പറയാണ്. ആ സമയത്ത് അച്ഛനിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ 3 മക്കളിൽ 2 ആൾക്കാരെ ഞാൻ കണക്കിലെടുക്കുന്നുള്ളൂ. ഒരുത്തിന് ഞാൻ ജന്മം കൊടുത്തു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് മരണം വരെ അന്നം കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തെ ഇങ്ങനെ കൊച്ചായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ വേദയ്ക്ക് നല്ല സങ്കടമുണ്ട്. വിക്രത്തിനും ഒരു മറുപടിയും പറയാൻ പറ്റുന്നില്ല. വിക്രം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി റൂമിലിരുന്നിട്ട് അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ, കാരണം ഞാൻ എൻ്റെ 2 മക്കളെ കണക്ക് കൂട്ടുന്നുള്ളൂ, ജനനം കൊടുത്തുപോയി എന്നുള്ളൊരു തെറ്റുകൊണ്ട് മാത്രം ഞാൻ മരണം വരെ അന്നം കൊടുക്കുകയാണ്. ആത്മാഭിമാനം ആർക്കും ചന്തയിൽ നിന്നും വാങ്ങി തലയിൽ ചൂടാനൊന്നും പറ്റുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ വിക്രത്തെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. വിക്രത്തിനാണെ അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ വിക്രം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിക്രത്തിൻ്റെ റൂമിൽ പോയിട്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ്. ആ സമയത്താണ് വേദ അവിടേക്ക് കടന്നു വരുന്നതും വേദ കടന്നു വന്നത് വിക്രത്തിന് ഇഷ്ടമായില്ല. അതെ, ഞാൻ ഇങ്ങോട്ട് വന്നത് ശവത്തിൽ കുത്താനൊന്നല്ല. സോറി ഞാൻ ശവമെന്ന് പറഞ്ഞു പോയല്ലേ. എന്തൊക്കെയായാലും ഈ വീട്ടിൽ ഞാൻ ശവമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതൊക്കെ വിക്രത്തിൻ്റെ ഒരു തോന്നലാണ്. വിക്രത്തിൻ്റെ ഈ ജീവിത രീതിയൊക്കെ ഒന്ന് മാറ്റിയാൽ, സ്വയം പ്രഖ്യാപിത രാഷ്ട്രീയ ഗുണ്ട എന്നുള്ളതൊക്കെ മാറ്റി എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയാൽ അച്ഛന് വിക്രത്തോടുള്ള മനോഭാവമൊക്കെ മാറും. അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല വേദ. ഈ വീട്ടിലുള്ള ശ്രീചേച്ചി വരെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ജോലിക്ക് പോകാനൊന്നും ഒരു താല്പര്യവും ഇല്ല. അത് കാണുമ്പോഴാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ കെട്ടിയോനോ ജോലിക്ക് പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നീയോ? അതെ, ഞാൻ ഉടൻ തന്നെ ഏതെങ്കിലും വക്കീലിൻ്റെ കീഴിൽ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ അതിനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിശ്വത്തിൻ്റെയും ശ്രീജയുടെയും റൂമായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ വിശ്വം ഇങ്ങനെ 2 മുഴം പൂവെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. കണ്ട സമയത്ത് തന്നെ ശ്രീജയ്ക്ക് ഇങ്ങനെ സന്തോഷമാവും. അതെ, ഞാൻ എല്ലാവർക്കും സ്വീറ്റ്സ് വാങ്ങിയ കടേൻ്റെ തൊട്ടുപ്പുറത്തുള്ളത് ഒരു പൂക്കടയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി 2 മുഴം പൂവ് നിനക്കും വാങ്ങിക്കണമെന്ന്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ചൂടായിരുന്നല്ലോ വിശ്വേട്ടാ. അതെ, ഞാൻ നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ചൂടാൻ വേണ്ടി വാങ്ങിച്ചതല്ല, ഇപ്പം നിനക്ക് തലയിൽ ചൂടാൻ വേണ്ടി വാങ്ങിച്ചതാ. എങ്കിൽ വിശ്വേട്ടൻ തന്നെ എൻ്റെ തലയിൽ അത് വെച്ച് തന്നെയെന്ന് ഇങ്ങനെ നാണത്തോടു കൂടി ശ്രീജ പറയാണ്. നമ്മുടെ വിശ്വ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പൂവ് ശ്രീജൻ്റെ തലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ശ്രീജയ്ക്കാണെങ്കിൽ ഇങ്ങനെ കണ്ണിന്നൊക്കെ ഇങ്ങനെ കണ്ണീര് വരികയാണ്, ആനന്ദക്കണ്ണീർ. പൂവൊക്കെ വെച്ച് കൊടുത്തിട്ട് വിശ്വ ഇങ്ങനെ ശ്രീജയെ നോക്കി, ഇപ്പം നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. അത് കാണാൻ അധ്വാനിച്ച കാശുകൊണ്ട് ഭാര്യയ്ക്ക് 2 മുഴം പൂ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു അല്ലേ വിശ്വട്ടാ? ഇതും പറഞ്ഞ് ശ്രീജ വിശ്വത്തെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഹേയ് ശ്രീജ, കരയല്ലേ, സന്തോഷിക്ക്. ഇന്ന് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്. ആ വിശ്വട്ട, ഞാൻ സന്തോഷിക്കുന്നതാണ്. എനിക്ക് ഈ വീട്ടിൽ വന്നിട്ട് എന്നെക്കുറിച്ച് ആലോചിച്ച് ആത്മാഭിമാനം തോന്നിയൊരു നിമിഷം ഇന്നാണ് വിശ്വട്ട. എൻ്റെ സന്തോഷം കൊണ്ടാണ് വിശ്വട്ട ഞാൻ തേങ്ങിപ്പോയതെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടി കരയുന്നുണ്ട് വിശ്വത്തെ കെട്ടിപ്പിടിച്ചിട്ട്. ഈ സമയം നമ്മുടെ ജഡ്ജി സാറിൻ്റെ വീട്ടിൽ ജഡ്ജി സാർ ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുകയായിരിക്കും. ആ സമയത്താണ് അമ്മ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട്, അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്തൊരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് പ്രതിക്ക് പറയാനുള്ളത് ജഡ്ജി കേൾക്കാറുണ്ട്. ആ ഒരു അവസരം നമ്മുടെ മോൾക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അവൾ ആശുപത്രിയിൽ വന്ന് പെരുമാറിയതിന് മാപ്പ് പറയാൻ വേണ്ടിയിട്ടല്ലേ ഈ വീട്ടിലേക്ക് വന്നത്. അവൾക്ക് അതിനുള്ള ഒരു അവസരം കൊടുക്കാത്തത് എന്താ നിങ്ങൾ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും പറയാനില്ലാത്തതാ. പത്മം, നിനക്കൊരു കാര്യം കേൾക്കണോ? ഈ വീട്ടിൽ ഞാൻ അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ആ കാര്യം അറിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് പത്മം. ആ കാര്യങ്ങൾ മറന്നേക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് ഇങ്ങനെയുള്ളൊരു സ്റ്റാൻഡ് എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തൽക്കാലം കാര്യങ്ങളൊന്നും നീ അറിയണ്ട. ഈ സമയത്താണ് നമ്മുടെ വേദയുടെ ഏട്ടനും വർഷേൻ്റെ അച്ഛനോട് അവിടെ കടന്നു വന്നിട്ട്, ആൾ ഉഷാറായല്ലോ, ഞാനും ഗായത്രിയുടെ ഹോസ്പിറ്റലിലേക്ക് വരാനിരിക്കുകയാണ്. ആ സമയത്താണ് വർഷ വിളിച്ചിട്ട് ഡിസ്ചാർജായി എന്ന് പറഞ്ഞത്. വേദ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലേ? ഞാനും ഗായത്രിയും ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു ധൈര്യത്തിലാണ് അവൾ അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ പെരുമാറിയത്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരോട് പോലും എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം പോലും അവളിപ്പോൾ മറന്നുപോയോ? വേണ്ട ചന്ദ്രശേഖര, അതേക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ സംസാരിക്കേണ്ട. അതെ, മനസ്സിന് വിഷമാവുന്ന കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ഓർക്കാത്തതും വളരെ നല്ലതാണ്. എനിക്കൊന്ന് കിടക്കണം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. ചന്ദ്രേട്ടൻ കഴിച്ചിട്ടാണോ ഇറങ്ങുന്നത്? ഇല്ല പത്മം, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങും. എന്താ പത്മം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അല്ലെങ്കിലേ ഈ വീട്ടിലെ സന്തോഷമെല്ലാം അവസാനിച്ചിട്ടിരിക്കുകയല്ലേ ചന്ദ്രേട്ട? അങ്ങനെയൊന്നും പറയില്ലേ പത്മം, ഞങ്ങളെല്ലാവരും കൂടെ ഇല്ലേ? എല്ലാം ശരിയാവണം ചന്ദ്രേട്ട. ശ്രീകാന്തെ, അതിന് നീ തന്നെ മുൻകൈ എടുക്കണം. വേദയും അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കണം.
അതിന് നീ മുൻകൈ എടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പത്മ അവിടുന്ന് പോവുകയാണ്. ശ്രീകാന്തെ, എന്താ അച്ഛനൊരു പ്രശ്നം? അതെ, വേദ ഇവിടേക്ക് വന്നിരുന്നു. ഇങ്ങോട്ട് വന്നിരുന്നെന്നോ? വന്നതൊന്നല്ല അച്ഛാ, ഇവിടുത്തെ മുത്തശ്ശി വിളിച്ചു വരുത്തിയ എന്തെങ്കിലും ആവട്ടെ, അവളിവിടെ വന്നല്ലോ. അച്ഛൻ അവളെ ഇങ്ങോട്ട് കയറ്റിയില്ല എന്ന് മാത്രമല്ല, അവളുടെ പഴയ ഫോട്ടോസൊക്കെ മുറ്റത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രശേഖർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല ശ്രീകാന്തെ, നാളെ നീ എൻ്റെ ഓഫീസിലോട്ട് ഒന്ന് വരണം. ഞാൻ പോവുക, ഒന്ന് വന്നേന്നും പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് പോവായിരിക്കും. ഈ സമയം നമ്മുടെ സുധാകരൻ മാഷ് ഇങ്ങനെ എന്തോ ആലോചിച്ചിങ്ങനെ ജനലിലൂടെ പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ കനക അവിടേക്ക് വരുന്നതും. മാഷെ, ഗുളിക കഴിച്ചില്ലല്ലോ മാഷെ എന്ന് പറഞ്ഞ് ഗുളിക എടുത്തു കൊടുക്കുമ്പോൾ, അല്ല വിഷയം കൊണ്ടുവന്ന സ്വീറ്റ്സ് ഇവിടെ? അതെന്താ മാഷെ ഇപ്പോൾ ഒരു സ്വീറ്റ്സിൻ്റെ ഒക്കെ ചോദ്യം? എനിക്ക് അതിൽ നിന്നും ഒരെണ്ണം കഴിക്കണം എന്ന് തോന്നി. അല്ല മാഷെ, ഷുഗർ എത്രയാണെന്നുള്ള കാര്യമൊക്കെ മാഷിന് അറിയോ? അതെ, ആ സ്വീറ്റ്സ് കഴിച്ചുകൊണ്ട് ഇപ്പം എൻ്റെ ഷുഗറൊന്നും കൂടാൻ പോകുന്നില്ല. അത് കഴിക്കുന്നതേ എൻ്റെ ശരീരമല്ല, മനസ്സാണ്. എത്രയോ കാലത്തിന് ശേഷം എൻ്റെ മനസ്സിൽ നിന്നും ഒരു കനം പോയി കിട്ടിയ സന്തോഷമാണ്. ശ്രീജയുടെ മുഖം കാണുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഉള്ളിൽ തോന്നുകയോ, അത്രയും നല്ലൊരു പെൺകുട്ടിയെ അവന് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവളുടെ ജീവിതം കൂടി നശിപ്പിച്ചല്ലോ. അവളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് നാണക്കേടായിരുന്നു. ഇനി അതൊക്കെ മാറും അല്ലേ കനകം? എന്താ മാഷെ, മാഷിന് വിശ്വാസമല്ലേ? സാധാരണ അവൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ എനിക്ക് ഉറപ്പായിരുന്നു 1-2 ദിവസത്തിനുള്ളിൽ അവനത് ഇട്ടേച്ച് പോരുന്നു. പക്ഷേങ്കിൽ ഇന്ന് എനിക്ക് ആ ഉറപ്പില്ല. അവൻ എന്തായാലും ആ ജോലിക്ക് പോവും. അതെ മാഷെ, ആ ജോലിയിൽ അവൻ ഉറച്ചു നിൽക്കും. പിന്നെ വിനായകനെ പോലെ അവൻ അത്ര സ്വാർത്ഥനൊന്നല്ല. അവൻ അധ്വാനിച്ച പൈസ ഇന്ന് അവൻ മാഷിൻ്റെ കയ്യിലല്ലേ കൊണ്ടു തന്നിട്ടുള്ളത്. അവൻ അധ്വാനിച്ച പൈസ ഒരിക്കലും എനിക്ക് തരണമെന്ന് ഞാൻ പറയില്ല. അല്ലെങ്കിലും നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് ആദ്യം അവൻ്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചാൽ, അവൻ്റെ അപ്പുമോള് എത്ര കാലം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്നേ. അവരെ വേർപിരിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ അവരോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയുകയും ചെയ്യും. ഇതൊക്കെയായിരുന്നു എൻ്റെ ആദ്യം. നോക്കിക്കോ മാഷേ, അതൊക്കെ മാറും. അതുകൊണ്ടാണ് വേദ 2 തവണ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതും. ഇനി അവൾ എല്ലാ വെക്കേഷനിലും ഈ വീട്ടിലേക്ക് വരികയും ചെയ്യും. നോക്കിക്കോ മാഷേ, അടുത്ത വർഷം അവൾ ഇവിടുത്തെ സ്കൂളിലായിരിക്കും പോവുക. നമ്മളുടെ വീട്ടിലും സന്തോഷം വരും മാഷേ. ഇന്ന് ആ പൈസ മാഷിൻ്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ അവൻ്റെ കണ്ണിലൊരു തിളക്കുണ്ടായിരുന്നു. അത് മാഷ് കണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മാഭിമാനം ചന്തയിൽ നിന്നും വാങ്ങാൻ പറ്റില്ലെന്ന് ഞാൻ വിക്രത്തോട് പറഞ്ഞത് അവൻ ഇതെങ്കിലും കണ്ട് പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാ. പക്ഷെങ്കിൽ അതൊന്നും അവൻ്റെ തലയിൽ കയറുന്നു എനിക്ക് തോന്നുന്നില്ല. ഇല്ല മാഷേ, അവൻ്റെ ജീവിതത്തിലും മാറ്റം വരും. എന്തായാലും ആ കുട്ടി അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തും മാഷേ. ഭാര്യയുടെ വാക്ക് കേട്ടിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സുധാകരൻ മാഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്